മലയാളി മൊത്തം പറയുന്ന വാക്കാണ് ഇപ്പൊ മാരഡോണ. പക്ഷെ ഞാനിപ്പോ പറയുന്നത് രഞ്ജിനി ഹരിദാസ്. വെൽക്കം ബാക്ക് ടു ദി ഷോ. താങ്ക്സ് മാൻ. അന്ന് ആ രാത്രി എന്താ സംഭവിച്ചത്? സത്യം പറയണം. അന്ന് എന്തോ രാത്രി ഓടിപ്പോയെന്നോ? അയ്യോ, രാത്രിയൊന്നും അല്ല. ഈ ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ ഷോ രാവിലെ ആയിരുന്നു. 12 o'clock ആയി. 12 o'clock ബിക്കോസ് എനിക്ക് കാലിക്കറ്റിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. എന്റെ ഭാഗം കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ അവിടെ സ്റ്റേഡിയത്തിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഇവന്റ് മാനേജേഴ്സിന്റെ അടുത്ത് വണ്ടി വന്നോ? അന്നേരം അവരൊന്ന് പറഞ്ഞു വണ്ടി വന്നു വരുമെന്ന്. യൂഷ്വലി നമ്മൾ വണ്ടി വരാതെ ഇറങ്ങില്ല. എസ്പെഷ്യലി കുറച്ച് വോളറ്റൈൽ ആയ സ്ഥലമാണ് കണ്ണൂർ, നമുക്കറിയാം. കുറച്ചുകൂടെ പാഷനറ്റ് ആൾക്കാരാണ്. അപ്പം പുറത്തിറങ്ങിയപ്പോ വണ്ടി ഉണ്ടായിരുന്നില്ല. സോ വാട്ട് ഹാപ്പൻസ്, ആ ഒരു സമയത്ത് കുറെ ആൾക്കാർ, നമ്മുടെ യങ്സ്റ്റേഴ്സ് വന്ന് ചുറ്റും കൂടി. കൂടെ ചുറ്റും എന്റെ ഇവന്റ് ഓർഗനൈസേഴ്സ് ഉണ്ടായിരുന്നു, 2-3-4 പേര്. ഇറ്റ് വാസ് ഫൈൻ. തുടക്കമൊക്കെ ഇറ്റ് വാസ് ഫൈൻ. പക്ഷെ സമയം ഇറ്റ് വാസ് ഗോയിങ് ഓൺ ആൻഡ് ഓൺ. ഇവരൊക്കെ ഫോട്ടോ എടുക്കാൻ വരുന്നു. രഞ്ജിനി കാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിന് പൊക്കം പറ്റുന്നില്ല, ചുറ്റും ആൾക്കാർ. ഐ എം സ്റ്റക്ക്. സോ ദീസ് ഗൈസ് ആർ ഓൾ അറൌണ്ട് മീ. കോപ്സ് ഇല്ല. കുറച്ച് കഴിഞ്ഞിട്ട് ദാ വരുന്നു ഒരു കൈ. കൈ എന്താ ചെയ്തത്? കൈ എന്റെ വളരെ എനിക്ക് മാത്രം തൊടാൻ പറ്റുന്ന ഏരിയൽ തൊട്ടു. ഞാൻ അയാളെ അടിച്ചു. കൈ കണ്ടു ഞാൻ. ഒരു ബ്ലാക്ക് ടീഷർട്ട് ഇട്ട ഒരു കറുത്ത മീശയുള്ള ഒരു കറുത്ത മനുഷ്യൻ. ബ്ലാക്ക് ടീഷർട്ട് കറുത്ത മീശയുള്ള കറുത്ത മനുഷ്യൻ, വൃത്തികെട്ട മനുഷ്യൻ. കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തെ എന്താ പറയണ്ടേ? നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. എനിക്കൊന്നും പറയണ്ട. എനിക്ക് ആളെ 2 അടി ബീപ്പിടാം, പറഞ്ഞോളൂ. എന്നിട്ട് അദ്ദേഹം so he tried to pinch me on my he got it right below. അപ്പൊ ഞാൻ ഹിറ്റും. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ ഞാൻ അടിച്ചു. അപ്പൊ എന്റെ കൂടെയുള്ള ആൾക്കാർ റിയാക്ട് ചെയ്തു. അയാളെ അടിച്ചു. എന്നിട്ട് ഒച്ചയും ബഹളവും ഒക്കെ വെച്ച് അയാളുടെ പുറകെ ഓടാൻ നോക്കി. എന്റെ ഒരു ജനറൽ സ്വഭാവം. And then again കുറച്ചുകൂടെ 2 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോ there was another guy back. നമുക്ക് ഒന്നെങ്കിൽ ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്ക് ആണല്ലോ പെണ്ണുങ്ങളുടെ ഒരു ദൈവം നൽകിയ ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ. Again I got one more. അയാളെയും കിട്ടി. I got the shoulder. But by the time I was really irritated. ശരിക്കും പറഞ്ഞാൽ നാടൻ തല്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് എനിക്ക് ഇങ്ങോട്ട് പക്ഷെ അനുഭവിക്കേണ്ടി വന്നല്ലോ. സോ പോലീസ് വന്നു. ഹീസ് ടെല്ലിങ് മീ calm down. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് വിളിച്ചു what do you mean calm down? Police is telling me to calm down. I said how can ഞാൻ എങ്ങനെ calm down ചെയ്യണം? അവിടെ ഇവിടെ നിന്ന് കൈ വരുമ്പോൾ they expect us to calm down and not react. Sorry buddy. എന്നിട്ട് ഞാൻ ഫൈനലി എനിക്ക് ഓട്ടോ പിടിച്ചേരാൻ പറഞ്ഞു. ഓട്ടോ ഇല്ല. എന്നിട്ട് ഞാൻ ഓടി നിങ്ങളുടെ ക്ലബ് FM-ന്റെ ഒരു വണ്ടി ഞാൻ നോക്കില്ല, സ്ട്രേറ്റ് നിർത്തി. നിങ്ങൾ എന്നെ ഒന്ന് രക്ഷിക്കൂ പോലീസ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ നേരെ കയറി ആ ചേട്ടന്റെ മടിയിലേക്ക് ഇരുന്നു. ചുരുക്കി പറഞ്ഞ ക്ലബ് FM രഞ്ജിനിയുടെ മാനം രക്ഷിച്ചു. അത് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. എന്റെ കൂടെ ഉണ്ട് രഞ്ജിനി ഹരിദാസ്. കണക്കിന്